സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡബിൾ ഇന്റഗ്രൽസ് ഇൻ പോളാർ കോർഡിനേറ്റ്സ് എന്ന് പറയുന്ന ഒരു സെക്ഷനാണ്. അപ്പൊ എന്താണ് പോളാർ കോർഡിനേറ്റ്സ് എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലെ. റെക്ടാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റത്തിനെ, അതായത് എക്സ് കോമ വൈ എന്ന് പറയുന്ന കോർഡിനേറ്റ് സിസ്റ്റത്തിനെ ആർ കോമ തീറ്റ എന്ന് പറയുന്ന കോർഡിനേറ്റ് സിസ്റ്റത്തിലോട്ട് മാറ്റുന്നതാണ് പോളാർ കോർഡിനേറ്റ്സ് നമുക്കറിയാം. അപ്പൊ അവിടെയുള്ള ഡബിൾ ഇന്റഗ്രേഷൻ, അതായത് ആറും തീറ്റയും ഉപയോഗിച്ച് നമ്മളിപ്പോൾ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതിന് പകരം ആർ ഈക്വൽ ടു എഫ് ഓഫ് തീറ്റ എന്ന് പറയുന്ന ഫംഗ്ഷന് നമ്മൾ ഇന്റഗ്രേഷൻ, ഡബിൾ ഇന്റഗ്രേഷൻ കൊടുക്കുന്ന ഒരു സാധനമാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. അതിനു മുമ്പ് നമുക്കൊരു ഡെഫിനിഷൻ പഠിക്കാനുണ്ട്. 2 മാർക്കിനും 1 മാർക്കിനും ഒക്കെ ചോദിക്കുന്ന ഒരു ഡെഫിനിഷൻ ആണ്. എ സിമ്പിൾ പോളാർ റീജിയൻ ഇൻ എ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം ഈസ് എ റീജിയൻ ദാറ്റ് ഈസ് എൻക്ലോസ്ഡ് ബിറ്റ്വീൻ 2 റേസ് തീറ്റ ഈക്വൽ ടു ആൽഫ, തീറ്റ ഈക്വൽ ടു ബീറ്റ ആൻഡ് 2 കണ്ടിന്യൂസ് പോളാർ കർവ് ആർ ഈക്വൽ ടു r1 തീറ്റ ആൻഡ് ആർ ഈക്വൽ ടു r2 തീറ്റ വേർ ദ ഇക്വേഷൻസ് ഓഫ് ദി റേസ് ആൻഡ് ദ പോളാർ കർവ് സാറ്റിസ്ഫൈ ദ ഫോളോയിങ് കണ്ടീഷൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് ഒരു സിമ്പിൾ പോളാർ റീജിയൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീറ്റ ഈക്വൽ ടു ആൽഫ, തീറ്റ ഈക്വൽ ടു ബീറ്റ. ആൽഫ ബീറ്റയേക്കാൾ ചെറുതാണ്. അപ്പൊ ഇതാണ് ആൽഫ, ഇതാണ് ബീറ്റ. തീറ്റ ഈക്വൽ ടു ആൽഫ, തീറ്റ ഈക്വൽ ടു ബീറ്റ. ഇനി ആർ ഈക്വൽ ടു r1 തീറ്റ, ആർ ഈക്വൽ ടു r2 തീറ്റ. ആർ ഈക്വൽ ടു r1 തീറ്റ എന്ന് പറയുന്നത് ഒരു കർവാണ്. ആർ ഈക്വൽ ടു r1 തീറ്റ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ എന്ത് ചെയ്യാന്നാണ്, ഇതാണ് r1 തീറ്റ എന്ന് പറയുന്ന കർവ്. നമ്മളിങ്ങനെ നീണ്ടുപോകും. അതിനകത്തുള്ള ഒരു റീജിയൻ മാത്രമേ വരൂ. r1 തീറ്റ, ഇതാണ് എന്ന് പറയുന്നത് r2 തീറ്റ എന്ന് പറയുന്നത്. ഇതിനിടയ്ക്കുള്ള റീജിയൻ ആണ് നമ്മുടെ എന്ന് പറയുന്നത് സിമ്പിൾ പോളാർ റീജിയൻ. ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ആ കണ്ടീഷൻസ് നോക്കി വെച്ചേക്കുക. ഓക്കെ അല്ലേ? അപ്പൊ നെക്സ്റ്റ് ഒരു തിയറമാണ്. ആർ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ പോളാർ റീജിയൻ ആണ്. അതിന്റെ ബൗണ്ടറീസ് തീറ്റ ഈക്വൽ ടു ആൽഫ, തീറ്റ ഈക്വൽ ടു ബീറ്റ, ആർ ഈക്വൽ ടു r1 തീറ്റ, ആർ ഈക്വൽ ടു r2 തീറ്റ. ഈ പറയുന്ന സാധനമാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഡബിൾ ഇന്റഗ്രേഷന്റെ ഇക്വേഷൻ കാണാതെ പഠിച്ചു വയ്ക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ക്വസ്റ്റ്യനിലെ, ഈ പാഠത്തിലെ എല്ലാ ക്വസ്റ്റ്യൻസ് ചെയ്യണമെങ്കിൽ ഈ ഇക്വേഷൻ അറിയണം. ഓക്കെ, ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് ആർ തീറ്റ ഡി എന്ന് പറയുമ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ എപ്പോഴും ആദ്യമേ നമ്മൾ തീറ്റയുടെ ലിമിറ്റ് മാത്രമേ എഴുതാവൂ, രണ്ടാമത് ആറിന്റെ ലിമിറ്റ് എഴുതാവൂ. ഇനി എഫ് ഓഫ് ആർ തീറ്റ ഡി ആർ ഡി തീറ്റയ്ക്ക് കൂടെ ഒരാൾ കൂടിയുണ്ട്, ഒരു ആറ് കൂടിയുണ്ട്. അപ്പൊ ഇത് കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കാം. മറ്റത് കണക്കല്ല. മറ്റതാണെങ്കിൽ നമുക്ക് എക്സ് കോർഡിനേറ്റ് വേണമെങ്കിലും ആദ്യം എഴുതാം, വൈ കോർഡിനേറ്റ് വേണമെങ്കിലും ആദ്യം എഴുതാം. പക്ഷെ ഇവിടെ എന്താണ്, ഇന്റഗ്രൽ ആൽഫ ടു ബീറ്റ r1 തീറ്റ ടു r2 തീറ്റ എഫ് ഓഫ് ആർ തീറ്റ ആർ ഡി ആർ ഡി തീറ്റ. ആ ആറ് മറന്നു പോരുത്. ഓക്കെ അല്ലേ? അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ സൈൻ തീറ്റ ഡി എ. ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ സൈൻ തീറ്റ ഡി എ ആണ് ചെയ്യേണ്ടത്. വേർ ആർ ഈസ് ദ റീജിയൻ ഇൻ ദി ഫസ്റ്റ് ക്വാഡ്രന്റ് ദാറ്റ് ഈസ് ഔട്ട്സൈഡ് ദി സർക്കിൾ ആർ ഈക്വൽ ടു 2 ആൻഡ് ഇൻസൈഡ് ദി കാർഡിയോയിഡ് ആർ ഈക്വൽ ടു 2 ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ. ഓക്കെ, അപ്പൊ എന്താണ് കാർഡിയോയിഡ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നോക്കിയേ, ഈ ഒരു സാധനം വരച്ചു. ആർ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ റേഡിയസ് 2 ആയിട്ടുള്ള സർക്കിൾ ആണ് അല്ലെ. അപ്പൊ ഇതാണ് 2 എങ്കിൽ റേഡിയസ് 2 ആയിട്ടുള്ള സർക്കിൾ ആണ് ആർ ഈക്വൽ ടു 2 എന്ന് പറയുന്നത്. നോക്കി, ഇത് സർക്കിൾ ആണെന്ന് വിചാരിച്ചോ. അപ്പൊ നെക്സ്റ്റ് വരുന്ന എന്താണ്, ആർ ഈക്വൽ ടു 2 ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ. അതൊരു കാർഡിയോയിഡ് ആണ്. കാർഡിയോയിഡിന്റെ ഷേപ്പ് ഈ ഒരു സാധനമാണെന്ന് നമുക്കറിയാം. അത് എങ്ങോട്ട് തുറന്നിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ കൺഫ്യൂഷൻ വരുന്നത്. അപ്പൊ നോക്കിയേ, 2 ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ എങ്ങോട്ട് തുറന്നിരിക്കുന്നത്? അതിന് ഞാൻ തീറ്റയ്ക്ക് 0 കൊടുക്കുന്നു. തീറ്റയ്ക്ക് 0 കൊടുക്കുമ്പോൾ കോസ് 0 1 ആണ്. 1 പ്ലസ് 1 2, 2 ഇൻറ്റു 2 4 വരും അല്ലെ. അപ്പൊ ഇത് 2 ആയിരുന്നു, ഇവിടെ എന്ത് വരും, 4 വരും. നെക്സ്റ്റ് 90 കൊടുക്കുന്നു, പൈ ബൈ 2 കൊടുക്കുന്നു. ഇപ്പൊ കോസ് പൈ ബൈ 2 0 ആണ്. 1 പ്ലസ് 0 1 ആണ്. 1 ഇൻറ്റു 2 2 ആണ്. അപ്പൊ കോസ് പൈ ബൈ 2 കൊടുക്കുമ്പോൾ അത് ഇവിടെ തന്നെ വരും അല്ലെ. ഇനി എന്താണ്, കോസ് 3 പൈ ബൈ 2 കൊടുത്താലും ഇവിടെ തന്നെ വരും. കോസ് 2 പൈ കൊടുത്താലോ, കോസ് 2 പൈ കൊടുത്താൽ കോസ് പൈ കൊടുക്കുമ്പോൾ സംഭവിക്കും, കോസ് പൈ എന്ന് പറഞ്ഞാൽ -1 ആണ്. 1 - 1 0 ആയി പോകും. അതായത് ഇവിടെ വരും. അതായത് ഈ സാധനം ആക്ച്വലി വരുന്നതായി ഇങ്ങനെയാണ് കേട്ടോ. ഇങ്ങനെയാണ് ഈ പടം വരുന്നത്. നിങ്ങൾക്ക് ഇത് അറിഞ്ഞുകൂടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പടം ഒന്ന് കാണാതെ പഠിച്ചേക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ ഈ ഒരു പടത്തിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഞാൻ കറക്റ്റ് ഫിഗർ ആയിട്ട് വരച്ചിട്ടില്ല, ജസ്റ്റ് ഒരു റഫ് ഫിഗറേ വരച്ചിട്ടുള്ളൂ. ഇനി നമ്മുടെ റീജിയൻ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. ഔട്ട്സൈഡ് ദി സർക്കിൾ ആർ ഈസ് ഇൻ ദി ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. ഈ ക്വാഡ്രന്റിൽ മാത്രമേ ഉള്ളൂ. ഔട്ട്സൈഡ് ദി സർക്കിൾ ആർ ഈക്വൽ ടു 2 ആൻഡ് ഇൻസൈഡ് ദി കാർഡിയോയിഡ്, സർക്കിളിന് പുറത്ത് കാർഡിയോയിഡിനകത്ത്. ഇതാണ് നമ്മുടെ റീജിയൻ. ഓക്കെ, അപ്പൊ ഈ റീജിയനിലാണ് ഇന്റഗ്രേഷൻ ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലായി. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പടം മൊത്തം ഞാൻ വരച്ചത്. ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ സൈൻ തീറ്റ ഡി എ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ, നമുക്ക് ആദ്യം തീറ്റയുടെ ലിമിറ്റ് വേണം അല്ലെ. തീറ്റ ഇവിടം തൊട്ട് ഇവിടെ വരെ അല്ലേ തീറ്റ
പോകുന്നത്. അപ്പൊ ജസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു വര വരച്ചു നോക്കാം. നോക്കി, ഇങ്ങനത്തെ ഒരു വര വരച്ചു നോക്കാം. ഇതാണ് നമ്മുടെ ഒരു ചുമ്മാ ഒരു റേ. ആ റേക്ക് റൈറ്റ് സൈഡിൽ എവിടെ വരെ നീങ്ങാൻ പറ്റും എന്നുള്ളതാണ് തീറ്റയുടെ ലോവർ ലിമിറ്റ്. ഇവിടെ വരെ നീങ്ങാൻ പറ്റും, അത് 0 ആണ് തീറ്റ അല്ലെ. അപ്പൊ തീറ്റ ഈക്വൽ ടു 0, അതായത് ആംഗിൾ ആണ് പറയുന്നത്. ഇനി മുകളിലോട്ട് ഇവിടെ വരെ നീങ്ങാൻ പറ്റും, അവിടെ തീറ്റ എന്താണ്, π/2 ആണ്. സോ 0 to π/2 എന്ന് കിട്ടി അല്ലെ. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ആറിന്റെ ലിമിറ്റ് ആണ്. ആറിന്റെ ലിമിറ്റ് എങ്ങനെ മനസ്സിലാക്കും? ഈ റേ ഉണ്ടല്ലോ, നമ്മൾ വരച്ച ഈ റേ ഈ റീജിയനിൽ ആദ്യമായി ടച്ച് ചെയ്യുന്ന കർവ് ഏതാണ്, അതാണ് ആറിന്റെ ലോവർ ലിമിറ്റ്. ഇവിടെ r ഈക്വൽ ടു 2 അല്ലെ. ഇനി ആ അങ്ങ് അറ്റം റീജിയന്റെ അറ്റത്ത് ടച്ച് ചെയ്യുന്ന പോയിന്റ് ഏതാണ്, അത് ഈ ഒരു കർവ് ആണ്. ആ കർവ് ഏതാണ്, r ഈക്വൽ ടു 2 × 1 + cos θ ആണ്. 2 × 1 + cos θ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇന്റഗ്രേഷൻ ചെയ്യാം. സൈൻ തീറ്റ മാത്രമേ ഉള്ളൂ, പിന്നെ എന്തുണ്ട്, r dr dθ, മറന്നു പോകരുത്, r dr dθ. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഫസ്റ്റ് നമ്മൾ r നെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഇന്റഗ്രൽ 0 to π/2 സൈൻ തീറ്റ അവിടെ കോൺസ്റ്റന്റ് ആണ്, r ഇല്ല. ഇനി r ന്റെ ഇന്റഗ്രൽ എന്താണ്, r²/2 ആണ്. നമ്മൾ എന്ത് ചെയ്യുക, ലിമിറ്റ് കൊടുക്കുക. എവിടെ മുതൽ എവിടെ വരെ, 2 മുതൽ 2 × 1 + cos θ വരെ അല്ലെ. 2 × 1 + cos θ വരെ. പിന്നെ ആരുണ്ട്, dθ ഉണ്ട് ബാക്കി. കറക്റ്റ് അല്ലേ. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇന്റഗ്രേഷൻ ചെയ്യാം. സോറി, ലിമിറ്റ് കൊടുക്കാം. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to π/2 സൈൻ തീറ്റ അവിടെ വെളിയിലുണ്ട്. ആറിന് എന്ത് എടുക്കുക, 2 × 1 + cos θ എന്ന് പറയുന്ന അപ്പർ ലിമിറ്റ് കൊടുക്കുക. ഇവിടെ r² അല്ലേ, അപ്പൊ 2² × 1 + cos θ the whole square. 2² എത്രയാണ്, 4 ആണ്. 4 × 1 + cos θ the whole square മൈനസ് /2 ഉണ്ടേ. r²/2 അല്ലേ, r² അല്ലെങ്കിൽ 2 അങ്ങ് വെളിയിൽ കളയാം. ഓക്കെ, 1/2 വെളിയിലിട്ടു. 4 × 1 + cos θ the whole square മൈനസ് r ന് 2 കൊടുക്കുമ്പോൾ എന്ത് വരും, 2² എന്ന് വരും. അത് 4 ആണല്ലോ, അപ്പൊ അത്രയും കിട്ടി. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 × ഇന്റഗ്രൽ 0 to π/2. ഇവിടെ രണ്ടിടത്ത് 4 ഉണ്ട്, ഞാൻ ഈ 4 കോമൺ എടുക്കുന്നു. 4 sin θ × 1 + cos θ the whole square. 4 പോയല്ലോ, 1 + cos θ the whole square ഞാൻ എക്സ്പാൻഡ് ചെയ്യുന്നു, a + b the whole square വെച്ചിട്ട്. a² + 2ab, 2 × 1 × cos θ, 2 cos θ പ്ലസ് b², അതായത് cos² θ അല്ലെ, cos² θ മൈനസ് ഈ 4 കോമൺ എടുത്തോണ്ട് പിന്നെ ഇവിടെ ആരേ ഉള്ളൂ, 1 മാത്രമേ ഉള്ളൂ, അത്രയും dθ. ഓക്കെ അല്ലെ. അപ്പൊ ഈ +1 ഉം -1 ഉം വെട്ടിപ്പോയി. ഈ 4 ഇങ്ങ് പുറത്തെടുത്തു. 4 ഇങ്ങ് പുറത്തെടുക്കുമ്പോൾ 4/2 എന്ന് വരും. 4/2 എന്താണ്, 2 ആണ്. അപ്പൊ 2 × ഇന്റഗ്രൽ 0 to π/2 സൈൻ തീറ്റ കൊണ്ട് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സൈൻ തീറ്റ × 2 cos θ, 2 sin θ cos θ എന്ന് വരും. കറക്റ്റ് അല്ലേ. ഓക്കെ, പ്ലസ് സൈൻ തീറ്റ × cos² θ, സൈൻ തീറ്റ cos² θ dθ എന്ന് വന്നു. ഓക്കെ അല്ലേ. അപ്പൊ ഇത് നമുക്ക് രണ്ടും ഇന്റഗ്രേഷൻ ചെയ്യണം. നമുക്ക് നോക്കാം. രണ്ടിന്റെ ഇന്റഗ്രേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ വഴിയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഓരോന്നിന്റെ ഇന്റഗ്രേഷൻ ചെയ്തിട്ട് നമുക്ക് ഇവിടെ എഴുതാം. ഞാൻ ഇതിപ്പോ ജസ്റ്റ് ഒന്ന് i എന്ന് കൊടുത്തു, അല്ലെങ്കിൽ ഇവിടെ ആദ്യമേ i എന്ന് കൊടുത്തിരുന്നാലും മതി. ഓക്കെ, i എന്ന് കൊടുത്തു. ഇന്ന് ഓരോന്നിന്റെ ഇന്റഗ്രലും ചെയ്യാൻ പോവുകയാണ്. ഇന്റഗ്രൽ 2 വേണ്ട, സൈൻ തീറ്റ കോസ് തീറ്റ ചെയ്യാം. ഇന്റഗ്രൽ സൈൻ തീറ്റ, അല്ലെങ്കിൽ എന്ത് എഴുതാം, ഇന്റഗ്രൽ 2 സൈൻ തീറ്റ കോസ് തീറ്റ നമുക്ക് സൈൻ 2θ എന്ന് എഴുതാം. ഇന്റഗ്രൽ 2 സൈൻ തീറ്റ കോസ് തീറ്റ dθ എന്ന് പറയുന്നത് ഇത് സൈൻ 2θയുടെ ഇക്വേഷൻ ആണ്. അറിഞ്ഞുകൊണ്ടെങ്കിൽ എഴുതി വെച്ചേക്കുക കേട്ടോ. സൈൻ 2θ ആണ്. സൈൻ 2θ ഇന്റഗ്രൽ എടുക്കുമ്പോൾ കിട്ടും മൈനസ് കോസ് 2θ ബൈ തീറ്റയുടെ കൂടെ കിടക്കുന്ന 2 വരും. സൈനിന്റെ ഇന്റഗ്രൽ മൈനസ് കോസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഇത് വേണം, ഇന്റഗ്രൽ സൈൻ തീറ്റ cos² θ വേണം. ഇന്റഗ്രൽ സൈൻ തീറ്റ cos² θ വേണം അല്ലെ. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഞാൻ എന്ത് ചെയ്യുന്നു, കോസ് തീറ്റയ്ക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. സ്ക്വയർ ഉള്ളത് കോസ് തീറ്റ അല്ലേ, അപ്പൊ കോസ് തീറ്റയ്ക്ക് ഞാൻ എന്ത് കൊടുക്കുന്നു, u എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. അപ്പുറം ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ മൈനസ് സൈൻ തീറ്റ dθ ഈസ് ഈക്വൽ ടു du എന്ന് വന്നു. കറക്റ്റ് അല്ലേ. ഇവിടെ ഒരു മൈനസ് ഇല്ല, അപ്പൊ ഈ മൈനസ് അപ്പുറത്ത് പോകുമ്പോൾ സൈൻ തീറ്റ dθ ഈസ് ഈക്വൽ ടു മൈനസ് du എന്ന് വരും. dθ ഉണ്ട്. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു, നോക്കിയേ, cos² θയ്ക്ക് പകരം എനിക്ക് എന്ത് കൊടുക്കാം, u² എന്ന് കൊടുക്കാം. സൈൻ തീറ്റ dθയ്ക്ക് പകരം മൈനസ് du എന്ന് കൊടുക്കാം, മൈനസ് du. അപ്പൊ ഈ മൈനസ് എനിക്ക് അങ്ങ് പുറത്ത് എഴുതാമല്ലോ, മൈനസ് u² du എന്ന് വന്നു. ഇനി u² ഇന്റഗ്രൽ എന്താണ്, u³ / 3 ആണ് അല്ലെ. അപ്പൊ മൈനസ് u³/3 ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് cos³ θ/3 എന്ന് വന്നു. u എന്ന് പറയുന്നത് കോസ് തീറ്റ അല്ലേ, അപ്പൊ മൈനസ് cos³ θ/3. അപ്പൊ ഞാൻ എന്റെ i ഒന്നുകൂടി എടുത്ത് എഴുതുവാണ്. i ഈസ് ഈക്വൽ ടു എന്ത് വരും, 2 അവിടെ പുറത്തുണ്ട്, ഇൻറ്റു ഈ മൊത്തം ഇന്റഗ്രേഷൻ ചെയ്യാൻ പോവുകയാണ്. 2 സൈൻ തീറ്റ കോസ് തീറ്റയുടെ ഇന്റഗ്രൽ ആണ് മൈനസ് cos 2θ / 2.
പ്ലസ് കൊടുത്തു. ഇനി ഈ ഇന്റഗ്രൽ സൈൻ തീറ്റ കോസ് സ്ക്വയർ തീറ്റയാണ് മൈനസ് അല്ലേ വരുന്നത്, മൈനസ് കോസ് ക്യൂബ് തീറ്റ ഡിവൈഡഡ് ബൈ 3. എവിടെ മുതൽ എവിടെ വരെ ലിമിറ്റ്? 0 മുതൽ π/2 വരെയാണ് ലിമിറ്റ്. സോ നമുക്ക് ലിമിറ്റ് കൂടി അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു മൈനസ് കോസ് 2π/2 എന്ന് വരും. മൈനസ് കോസ് 2π/2. ഓക്കെ, മൈനസ് കോസ് 2π/2. 2ഉം ഈ 2ഉം വെട്ടിപ്പോയിട്ട് കോസ് പൈ എന്ന് വരും, ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. ഓക്കെ, നെക്സ്റ്റ് കോസ് 3 തീറ്റയ്ക്ക് എന്ത് വരും? എന്താ നോക്കി, മൈനസ് കോസ് 3π/2. കോസ് 3π/2 എന്താണ്? 0 ആണ്. അപ്പൊ അത് എഴുതേണ്ട കാര്യമില്ല. 3π/2 എന്ന് പറയുന്നത് 0 ആണ്. ആ ടേം മൊത്തം 0 ആയിപ്പോ. ഇനി മൈനസ് ഓഫ് നോക്കിയേ, കോസ് 0 വരും. കോസ് 0 എന്താണ്? കോസ് 0 1 ആണ്. അപ്പൊ മൈനസ് കോസ് 0 ആണ്. അപ്പൊ മൈനസ് 1/2. ഇനി കോസ് 0 തന്നെയാണ് ഇവിടെയും വരുന്നത്. അപ്പൊ എന്ത് വരും? അതും 1 ആണ് അല്ലെ. അപ്പൊ മൈനസ് 1/3 എന്ന് വരും. മൈനസ് 1/3 എന്ന് വരും. ഓക്കെ, അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു നോക്കിയേ 2 ഇൻറ്റു മൈനസ് കോസ് പൈ. കോസ് പൈ മൈനസ് 1 ആണ്. അപ്പൊ മൈനസ് മൈനസ് 1 എന്ന് പറയുമ്പോൾ 1/2 എന്ന് വരും. 1/2 മൈനസ് ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് വരും? 1/2 പ്ലസ് 1/2 പ്ലസ് 1/3 എന്ന് വരും. ഓക്കെ അല്ലേ? അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 1/2 പ്ലസ് 1/2 അര പ്ലസ് അര 1 ആണ് അല്ലെ. അപ്പൊ 1 പ്ലസ് 1/3 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഇത് ക്രോസ് ചെയ്യുമ്പോൾ 3 ഇൻറ്റു 1 3, 3 പ്ലസ് 1 4, 4/3 എന്ന് വരും. ഇനി നേരെ മൾട്ടിപ്ലൈ ചെയ്യാം. 2 ഇൻറ്റു 4 എത്രയാണ്? 8/3 ആണ്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ഒക്കെ നിങ്ങൾക്ക് നോക്കുമ്പോൾ ഭയങ്കര പാടായിട്ട് തോന്നും. പക്ഷെ എത്ര മാർക്കിന് ചോദിക്കാം? 4 മാർക്കിനോ അല്ലെങ്കിൽ 15 മാർക്കിന്റെ എസ്സേക്കും ഒക്കെ ചോദിക്കാം. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ചെയ്ത് പഠിക്കുക കേട്ടോ. കുറച്ച് വട്ടം ചെയ്ത് പഠിച്ചാലേ ഈ കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the sphere of radius a centered at the origin is expressed in a rectangular coordinates as x square plus y square plus z square is equal to a square, and hence its equation in cylindrical coordinates is r square plus z square is equal to a square. Use this equation and a polar double integral to find the volume of the sphere എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മുടെ അടുത്തൊരു സ്ഫിയറിന്റെ കാര്യമാണ് ചോദിച്ചേക്കുന്നത്. ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ട് നമ്മൾ സ്ഫിയർ ചുമ്മാ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം സ്ഫിയർ വരച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് ഐഡിയ ഒന്നും കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയാവോ, ഒരു ഹെമിസ്ഫിയർ വരയ്ക്കുന്നു. അതായത് ഇതൊരു ഹെമിസ്ഫിയർ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഈ ഹെമിസ്ഫിയറിന്റെ ഇക്വേഷൻ ആണ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ. എന്ന് വെച്ചാൽ അതിന്റെ റേഡിയസ് എ ആണ്. എ സ്ക്വയർ എന്ന് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ റേഡിയസ് എന്താണ്? എ ആണ്. സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് ഉപയോഗിച്ച് ഇതിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പൊ ആർ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ എന്ന് മാത്രമേ എനിക്കറിയാവൂ. നമ്മൾ സാധാരണ വോളിയം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? വോളിയം ഈസ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഇസഡ് ഡി എ എന്നാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഈ ഇക്വേഷനിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ആർ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ. ചിലപ്പോൾ നമുക്ക് ഇത് മാത്രമേ തരത്തുള്ളൂ. ഈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുന്നത് ആർ സ്ക്വയർ ആണെന്ന് നമ്മൾ പോളാർ കോർഡിനേറ്റ്സിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു സാധനം നിങ്ങൾ ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. നിങ്ങൾക്ക് തരത്തില്ല. തന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ആർ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ എന്നതിനെ മാറ്റി എഴുതണം. നെക്സ്റ്റ് ഇസഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇതിനപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ എ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ. നമുക്ക് വേണ്ടത് ഇസഡ് ആണ്. ഇസഡ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ. നമുക്കറിയാം സാധാരണ സ്ക്വയർ റൂട്ടിൽ എന്ത് വരും? പ്ലസ് ഓർ മൈനസ് വരും. പക്ഷെ നമ്മൾ അപ്പർ ഹെമിസ്ഫിയർ മാത്രമേ ആലോചിക്കുന്നുള്ളൂ. അതേപോലെ തന്നെ ആയിരിക്കും എന്തും വരുന്നത്? ലോവർ ഹെമിസ്ഫിയറും വരുന്നത്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പ്ലസ് മാത്രമേ കൊടുക്കുന്നുള്ളൂ, മൈനസ് കൊടുക്കുന്നില്ല. ഓക്കെ, പ്ലസ് ഓർ മൈനസിൽ പ്ലസ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ. അപ്പോ നമുക്ക് ഇതിന്റെ വോളിയം വേണം. വോളിയം ഈസ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഇസഡ് ഡി എ ആണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ നോക്കിയേ, ഇവിടെ പ്ലസ് ഓർ മൈനസ് ഉണ്ട്, പ്ലസ് ഓർ മൈനസ് ഉണ്ട്. പക്ഷെ നമ്മൾ പ്ലസ് മാത്രമേ എടുക്കുന്നുള്ളൂ. അതായത് നമ്മൾ അതിന്റെ ഇരട്ടി എടുക്കണം അല്ലെ. അപ്പർ ഹെമിസ്ഫിയറിന്റെ വോളിയം എന്താണോ നമുക്ക് കിട്ടുന്നത് അതിന്റെ ഇരട്ടി എടുത്താൽ മതി. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഇസഡിന്റെ ഇക്വേഷൻ എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ ഡി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നമ്മുടെ പോളാർ കോർഡിനേറ്റ്സിലോട്ട് ഇതിന്റെ ഇന്റഗ്രേഷൻ മാറ്റാം. അപ്പൊ ഡബിൾ ഇന്റഗ്രൽ നോക്കി എവിടെയൊക്കെ വരും ലിമിറ്റ്? തീറ്റ 0 മുതൽ, തീറ്റ ഇവിടെ 0 ആണ്, ഇവിടെ എന്താണ്? തീറ്റ പൈ ആണ്. അപ്പൊ തീറ്റ 0 മുതൽ പൈ വരെയാണെന്ന് മനസ്സിലായി. ഇനി ആർ, ഞാൻ ഇപ്പൊ ഇവിടെ നിങ്ങൾ ഒരു റേ വരച്ചു കഴിഞ്ഞാൽ ആർ ഈക്വൽ ടു 0 തൊട്ടേ ഇതിൽ റീജിയനിൽ ടച്ച് ചെയ്യും അല്ലെ. ആക്ച്വലി ഇവിടുത്തെ റീജിയൻ വരുന്ന ഏതാണെന്ന് അറിയാമോ? റീജിയൻ എന്ന് പറയുന്നത് നിഴലാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിഴൽ താഴെ എന്തായിരിക്കും?
ഒരു സർക്കിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ സർക്കിൾ ആയിരിക്കുന്നതുകൊണ്ട് തീറ്റ എന്താണ്, തീറ്റ ഇവിടെ 0 മുതൽ 2π ആണ്. അത് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. നമ്മൾ ഇവിടെ നല്ല ആ റീജിയൻ ആലോചിക്കേണ്ടത്. ഇത് കണ്ടോ, ഈ ഒരു നിഴൽ ആലോചിക്കുക. ഈ ഒരു നിഴലിനെ നമ്മൾ കോർഡിനേറ്റ്സ് ആയിട്ട് പ്ലേസ് ചെയ്ത ഒരു സർക്കിൾ ആണ്. അപ്പൊ 0 മുതൽ എന്താണ് 2π വരെയും ഉണ്ട് തീറ്റ. അല്ലെ, ഇങ്ങനെ കറങ്ങി വരണ്ടേ. അപ്പൊ 0 മുതൽ 2π വരെ. അപ്പൊ 0 മുതൽ 2π വരെയാണ്. ഇനി r എന്ന് പറയുന്നത് ഇവിടെ തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഇങ്ങനെ പോകും അല്ലെ. അപ്പൊ ആ ഒരു സർക്കിളിന്റെ ഇക്വേഷൻ അല്ലേ അവിടെ വരുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ സർക്കിളിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? ഈ സർക്കിളിന്റെ റേഡിയസ് a ആണെങ്കിൽ r ഈക്വൽ ടു a എന്നുള്ളതാണ് ഇക്വേഷൻ. അപ്പൊ r ഈക്വൽ ടു 0 മുതൽ r ഈക്വൽ ടു a വരെ, 0 ടു a, സ്ക്വയർ റൂട്ട് ഓഫ് a സ്ക്വയർ മൈനസ് r സ്ക്വയർ ഡി എക്ക് പകരം r dr d തീറ്റ. ഇത് മറന്നു പോകരുത്. ഓക്കെ, ഇനി ഞാൻ ഇന്റഗ്രേഷൻ ചെയ്യാൻ പോവുകയാണ്. ഇവിടെ റൂട്ടിനകത്ത് a സ്ക്വയർ മൈനസ് r സ്ക്വയർ ഉണ്ട്, പുറത്ത് ഒരു r ഉണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. a സ്ക്വയർ മൈനസ് r സ്ക്വയർ ഈസ് ഈക്വൽ ടു u എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ a സ്ക്വയറിന് ഡെറിവേറ്റീവ് 0 ആണ്. ഇവരുടെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ മൈനസ് r സ്ക്വയറിന് ഡെറിവേറ്റീവ് 2r dr ഈസ് ഈക്വൽ ടു du എന്ന് വരും. കറക്റ്റ് അല്ലേ? അപ്പൊ ഈ ഒരു സംഭവമാണ് നമുക്ക് കിട്ടിയത്. പക്ഷെ നമുക്ക് ഇവിടെ r ആണുള്ളത്. അപ്പൊ r dr ഈസ് ഈക്വൽ ടു du ഡിവൈഡഡ് ബൈ, മൈനസ് അപ്പുറത്തോട്ട് പോവുക, മൈനസ് du ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. ഇനി നമുക്ക് ലിമിറ്റ് കൂടി അങ്ങ് മാറ്റിക്കളയാം. നോക്കിയേ, ആറിന് നമുക്കിപ്പോ 0 വരുന്നു. ആറിന് 0 വരുമ്പോ u എന്ത് വരും? u ഈക്വൽ ടു a സ്ക്വയർ മൈനസ് 0. അപ്പൊ എന്ത് വരും? a സ്ക്വയർ എന്ന് വരും. കറക്റ്റ് അല്ലേ? ഇനി ആറിന് നമ്മൾ എന്ത് കൊടുക്കുക? ആറിന് a കൊടുക്കുക. അപ്പൊ u എന്ത് വരും? a സ്ക്വയർ മൈനസ് a സ്ക്വയർ. അപ്പൊ 0 എന്ന് കിട്ടും. അപ്പൊ നമ്മുടെ ലിമിറ്റ് എങ്ങനെ മാറി? 2 ഇൻറ്റു ഇന്റഗ്രൽ 0 ടു 2π ഇന്റഗ്രൽ താഴത്തെ ലിമിറ്റ് a സ്ക്വയർ, മുകളിലത്തെ ലിമിറ്റ് 0. ഇനി സ്ക്വയർ റൂട്ട് ഓഫ് a സ്ക്വയർ മൈനസ് r സ്ക്വയറിന് പകരം u, r dr പകരം എന്താണ്? മൈനസ് du ബൈ 2, അത്രയും d തീറ്റ. കറക്റ്റ് അല്ലേ? ഈ മൈനസും പുറത്തു പോയി, ബൈ 2ഉം പുറത്തു പോയി. അപ്പൊ മൈനസ് 2/2 കൂടെ 1 ആയി, അത് ക്യാൻസൽ ആയിപ്പോയി. ഇന്റഗ്രൽ 0 ടു 2π റൂട്ട് യുവിന്റെ ഇന്റഗ്രൽ എന്താണ്? നമ്മൾ പറഞ്ഞിട്ടുണ്ട്, യുവിനെ നമ്മൾ u റൈസ് ടു 1/2 എന്ന് എഴുതും. ഇനി u റൈസ് ടു n ഇന്റഗ്രൽ u റൈസ് ടു n പ്ലസ് 1/n+1 ആണ്. അപ്പൊ ഇവിടെ ഇന്റഗ്രൽ എടുക്കുമ്പോൾ u റൈസ് ടു 1/2 പ്ലസ് 1, 1/2 പ്ലസ് 1 എന്ന് പറയുന്നത് 3/2 ആണ് അല്ലെ. 3/2/3/2 എന്ന് വരും. ആ 3/2 മുകളിൽ വരും. മുകളിൽ വരുമ്പോൾ എന്ത് വരും? 3/2 തലതിരിഞ്ഞ് മുകളിൽ വരും, 2/3 u റൈസ് ടു 3/2 എന്ന് വരും അല്ലെ. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എവിടെ മുതൽ എവിടെ വരെ? a സ്ക്വയർ മുതൽ 0 വരെ, അത്രയും d തീറ്റ. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഈ മൈനസ് 2/3 അങ്ങ് പുറത്തെഴുതി, മൈനസ് 2/3 ഇൻറ്റു ഇതിന്റെ ഇന്റഗ്രൽ എടുക്കാം. നോക്കി, നമുക്ക് ആദ്യം ലിമിറ്റ് കൊടുക്കാം. u റൈസ് ടു 0 ടു 2π u റൈസ് ടു 3/2. അപ്പർ ലിമിറ്റ് ആയ 0 കൊടുക്കുമ്പോൾ 0 റൈസ് ടു 3/2, അത് 0 ആയിപ്പോയി അല്ലെ. ഇനി മൈനസ് ലോവർ ലിമിറ്റ് ആയിട്ട് എന്ത് കൊടുക്കുക? a സ്ക്വയർ കൊടുക്കുക. അപ്പൊ a സ്ക്വയർ റൈസ് ടു 3/2, a സ്ക്വയർ ദ ഹോൾ റൈസ് ടു 3/2, അതായത് a റൈസ് ടു 2 ഇൻറ്റു 3/2 എന്ന് വരും. 2ഉം 3ഉം വെട്ടിപ്പോയിട്ട് നമുക്ക് എന്ത് കിട്ടും? മൈനസ് a ക്യൂബ് എന്ന് കിട്ടും അല്ലെ. അപ്പൊ മൈനസ് a ക്യൂബ് d തീറ്റ എന്ന് വരും. കറക്റ്റ് അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു, മൈനസ് മൈനസ് ഇവിടെ പ്ലസ് ആയല്ലോ, 2 മൈനസ് ഉണ്ട് കണ്ടോ, 2 മൈനസ് ഉണ്ട്, 2/3. a ക്യൂബ് കോൺസ്റ്റന്റ് ആണ്, a ക്യൂബ് കോൺസ്റ്റന്റ് ആണ്. ഇന്റഗ്രൽ d തീറ്റയാണ് നമുക്ക് വേണ്ടത്. അപ്പൊ a ക്യൂബ് കോൺസ്റ്റന്റ് ആണ്. d തീറ്റയുടെ ഇന്റഗ്രൽ എന്താണ്? തീറ്റയാണ്. എവിടെ മുതൽ എവിടെ വരെ? 0 മുതൽ 2π വരെ. ഓക്കെ അല്ലേ? അപ്പൊ ദാറ്റ് ഈസ് 2/3 a ക്യൂബ് ഇൻറ്റു അപ്പർ ലിമിറ്റ് കൊടുക്കുക 2π, ലോവർ ലിമിറ്റ് 0 ആണ്. ബാക്കി എന്തുണ്ട്? 2 ഇൻറ്റു 2π, അതായത് 4π/3 a ക്യൂബ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, സ്ഫിയറിന്റെ റേഡിയസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, 4/3 πr ക്യൂബ് എന്നാണ്. ഇവിടുത്തെ റേഡിയസ് a ആണ്. സോ 4/3 π a ക്യൂബ്. അപ്പൊ നമ്മൾ ചെയ്തത് ശരിയാണ്. നല്ല ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ സെക്ഷനിൽ പഠിപ്പിക്കുന്ന ഓരോ ക്വസ്റ്റ്യനും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ്, യൂസ് പോളാർ ഡബിൾ ഇന്റഗ്രൽ ടു ഫൈൻഡ് ദി ഏരിയ എൻക്ലോസ്ഡ് ബൈ ദി 3 പെറ്റൽഡ് റോസ് ആർ ഈക്വൽ ടു സൈൻ തീറ്റ. ഇതൊക്കെ ചോദിക്കുമ്പോൾ ഇതിന്റെയൊക്കെ ഗ്രാഫ് വരയ്ക്കാൻ അറിയാമെങ്കിലേ ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പൊ പോളാർ ഡബിൾ ഇന്റഗ്രൽ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക? ഏരിയ കണ്ടുപിടിക്കുക. 3 പെറ്റൽഡ് റോസ് ആർ ഈക്വൽ ടു സൈൻ 3 തീറ്റ. അപ്പൊ നമുക്ക് ആദ്യമേ ഇതിന്റെ ഗ്രാഫ് ഒന്ന് നോക്കാം. നിങ്ങൾക്ക് ഈ ഗ്രാഫ് മനസ്സിലാവുന്നില്ല എങ്കിൽ എന്ത് ചെയ്യുക? നമ്മൾ ഈ ക്വസ്റ്റ്യനിലുള്ള ഗ്രാഫ് മാത്രമെങ്കിലും കാണാതെ പഠിച്ചേക്കുക. ഇതാണ് r ഈക്വൽ ടു സൈൻ 3 തീറ്റ എന്ന് പറയുന്നതിന്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾ ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക. നമുക്ക് ഇതിന്റെ ഏരിയ വേണമെങ്കിൽ ഈ 3 ഭാഗത്തെയും ഇന്റഗ്രേഷൻ വേണം. നോക്കിയേ, ഈ 3 ഭാഗത്തെയും ഇന്റഗ്രേഷൻ നമുക്ക് ഉണ്ടെങ്കിലേ നമുക്ക് ഏരിയ കിട്ടത്തുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഭാഗത്തെ മാത്രം ഇന്റഗ്രേഷൻ എടുക്കുന്നു. ഒരു ഭാഗത്തെ മാത്രം ഇന്റഗ്രേഷൻ എടുത്തിട്ട്
ഓക്കെ, ഒരു ഭാഗത്തെ മാത്രം ഇന്റഗ്രേഷൻ എടുത്തിട്ട് നമ്മൾ അതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ നമുക്കറിയാം ഏരിയയുടെ ഇക്വേഷൻ നമുക്കറിയാം, ഡബിൾ ഇന്റഗ്രൽ ഉപയോഗിച്ചാണെങ്കിൽ ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡി എ ആണ് ഏരിയ. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്ക് ഇവിടെ ഒരു സൈഡ് മാത്രം ഉപയോഗിച്ചാൽ മതി എന്നുള്ളത് 3 കൊടുത്തു. ഓക്കെ, 3 ഇൻറ്റു ഒരു സ്ഥലം മാത്രം എടുത്താൽ മതി. അപ്പൊ ഇന്റഗ്രൽ നമുക്ക് നോക്കാം തീറ്റ എവിടെ മുതൽ എവിടെ വരെയാണ്. നോക്കിയേ, ഇവിടെ തീറ്റ 0 ആണ്, ഈ ഒരു അറ്റത്ത് തീറ്റ π/3 ആണ്. ആ π/3 എങ്ങനെ ഓർക്കുമെന്ന് ഞാൻ പറഞ്ഞുതരാമേ. അതായത് സൈൻ 3θ ഈസ് ഈക്വൽ ടു 0 വരണം. സൈൻ 3θ 0 വരണമെങ്കിൽ നമുക്ക് സൈൻ 3θ ഈസ് ഈക്വൽ ടു നമുക്ക് സൈൻ പൈ എന്ന് കിട്ടണം. ആ പൈക്ക് പകരം ഇവിടെ എന്ത് കിട്ടണം? π/3 വന്നാലേ 3 ഇൻറ്റു π/3, അതായത് 3θ ഈസ് ഈക്വൽ ടു പൈ, തീറ്റ ഈസ് ഈക്വൽ ടു π/3. നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഈ പടം വരയ്ക്കാൻ അറിഞ്ഞുകൂടെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള എളുപ്പവഴിയാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ തീറ്റ 0 മുതൽ π/3 വരെ, അല്ലെങ്കിൽ നിങ്ങൾ ഇതൊന്നും കാണാൻ അടിച്ചേക്കുക. നെക്സ്റ്റ് ഇന്റഗ്രൽ നോക്കിയേ, ആറിൻ്റെത് എവിടെ വരെ വരും? ആർ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ വരയ്ക്കുന്ന ഒരു റേ ആണെങ്കിൽ ആ താഴെ ടച്ച് എന്ന് പറയുന്നത് 0-യിലാണ്, മുകളിലത്തെ ടച്ച് ഈ ഒരു കർവിലാണ്. ഈ കർവ് എന്ന് പറയുന്നത് ആർ ഈക്വൽ ടു സൈൻ 3θ അല്ലേ. അപ്പൊ സൈൻ 3θ അത്രയും ഡി എ എന്ന് വരും. സോറി, ഡി എ അല്ല, ഡി എ മാറിയിട്ട് എന്താകും? ആർ ഡി ആർ ഡി തീറ്റ എന്നാകും. കറക്റ്റ് അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു ഇന്റഗ്രൽ 0 ടു π/3. ഇവിടെ നമ്മൾ ആറിന്റെ ഇന്റഗ്രൽ എടുക്കുന്നു, r²/2 ആണ്. ലിമിറ്റ് കൊടുക്കുന്നു 0 മുതൽ സൈൻ 3θ വരെ, അത്രയും ഡി തീറ്റ. കറക്റ്റ് അല്ലേ? ഈ /2 ഞാൻ വെളിയിൽ എഴുതി. ദാറ്റ് ഈസ് ഈക്വൽ ടു 3/2 ഇൻറ്റു ഇന്റഗ്രൽ 0 ടു π/3. അപ്പർ ലിമിറ്റ് ആയ സൈൻ 3θ കൊടുക്കുമ്പോൾ ആറിന്റെ സ്ക്വയർ ആണ്. അപ്പൊ സൈൻ സ്ക്വയർ 3θ, സൈൻ സ്ക്വയർ 3θ. ഈ 2നെ ഞാൻ അപ്പുറത്ത് കൊണ്ടുപോയി. ഓക്കെ, മൈനസ് ലോവർ ലിമിറ്റ് ആയ 0 കൊടുക്കുമ്പോൾ എന്തായി പോകും? 0 ആയി പോകും. അപ്പൊ നമ്മൾ എഴുതണ്ട. നെക്സ്റ്റ് ഡി തീറ്റ. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്കറിയാം സൈൻ സ്ക്വയർ ഒക്കെ വരുമ്പോൾ നമ്മളൊരു മാറ്റം വരുത്താറുണ്ട്. സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? 1 മൈനസ് കോസ് 2θ ഡിവൈഡഡ് ബൈ 2 ആണ്. ഇക്വേഷൻ ഒക്കെ പഠിച്ചു വെച്ചേക്കണേ. അപ്പൊ 3/2 ഇൻറ്റു ഇന്റഗ്രൽ 0 ടു π/3. ഇവിടെ സൈൻ സ്ക്വയർ 3θ ആണ് അല്ലെ. അപ്പൊ സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് 1 മൈനസ് കോസ് 2θ. ഇവിടെ ഇരട്ടി വന്നു. അപ്പൊ ഇവിടെ എന്ത് വരും? 1 മൈനസ് കോസ് 3θയുടെ ഇരട്ടി, അതായത് 6θ ഡിവൈഡഡ് ബൈ 2 എന്ന് വന്നു. അത്ര എന്താണ്? ഡി തീറ്റ ആണ്. ഇനി നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയേ, ഈ 2നെ ഞാൻ ഇപ്പുറത്ത് കൊണ്ടുവന്നു. അപ്പൊ 3 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 2 എന്താണ്? 4 ആണ്. ഇനി ഞാൻ ഈ 1 മൈനസ് കോസ് 6θയുടെ ഇന്റഗ്രൽ എടുക്കുന്നു. 1ന്റെ ഇന്റഗ്രൽ എന്താണ്? തീറ്റയാണ്. മൈനസ് കോസ് 6θ. കോസ് തീറ്റ ആണെങ്കിൽ നമുക്ക് സൈൻ വന്നേനെ. അപ്പൊ സൈൻ 6θ ഡിവൈഡഡ് ബൈ തീറ്റയുടെ കൂടെ കിടക്കുന്ന ആള് താഴെ വരും അല്ലെ. എവിടെ മുതൽ എവിടെ വരെ? 0 മുതൽ π/3 വരെ. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 3/4 ഇൻറ്റു അപ്പർ ലിമിറ്റ് ആയ π/3 കൊടുക്കുന്നു, π/3 മൈനസ് സൈൻ 6π/3. 6π/3 എന്ന് പറയുമ്പോൾ 3ഉം 6ഉം വെട്ടിപ്പോയിട്ട് 2π എന്ന് വരും. ദാറ്റ് ഈസ് സൈൻ 2π. സൈൻ 2π എന്താണ്? 0 ആണ്. ലോവർ ലിമിറ്റ് ആയ 0 കൊടുക്കുമ്പോൾ ഇതും 0 ആയി പോവും, ഇതും 0 ആയി പോവും. സോ ആൻസർ എന്ന് പറയുന്നത് 3/4 ഇൻറ്റു π/3 അല്ലെ. 3/4 ഇൻറ്റു π/3. ഈ 3യും ക്യാൻസൽ ആയി പോയിട്ട് ലാസ്റ്റ് ആൻസർ എന്താണ്? π/4 ആണ്. ഓക്കെ അല്ലേ? So next question, use polar coordinates to evaluate -1 to 1, 0 to square root of 1 minus x square plus y square the whole raised to 3/2 dy dx. അപ്പൊ ഈ വലിയ ഇന്റഗ്രേഷനെ നമ്മൾ എന്ത് ഉപയോഗിച്ച്? പോളാർ കോർഡിനേറ്റ്സ് ഉപയോഗിച്ച് ഇന്റഗ്രേറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഈ എക്സിനും വൈക്കിനും ഒക്കെ പകരം നമുക്ക് എന്ത് വേണം? ആർ എന്ന് പറയുന്ന ആള് വേണം അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം. അതിന് ഞാൻ ഈ റീജിയൻ ഒന്ന് വരയ്ക്കണം. റീജിയൻ വരയ്ക്കുമ്പോൾ ശ്രദ്ധിച്ച് നോക്കിക്കോളാം. നിങ്ങൾക്ക് അറിഞ്ഞുകൂടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് കാണാൻ പഠിച്ചേക്കുക. നോക്കി, -1 മുതൽ 1 വരെയാണ് എക്സിന്റെ ലിമിറ്റ്. അതായത് x ഈക്വൽ ടു -1, x ഈക്വൽ ടു 1. ഇനി റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ, y ഈക്വൽ ടു 0, y ഈക്വൽ ടു 0 മുതൽ y ഈക്വൽ ടു റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ വരെ. അപ്പൊ ഞാൻ ഈ റൂട്ട് അപ്പുറത്തോട്ട് സ്ക്വയർ ആക്കുന്നു. y സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് വരും. മൈനസ് എക്സ് സ്ക്വയർ അപ്പുറത്ത് പോകുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 എന്ന് വരും. ഇത് സർക്കിളിന്റെ ഇക്വേഷൻ ആണെന്ന് എനിക്കറിയാം. പക്ഷെ y ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് അല്ല, പ്ലസ് മാത്രമാണ്. അതുകൊണ്ട് ഇതെന്താണ്? അപ്പർ സർക്കിൾ മാത്രമാണ്. ഇവിടെയാണ് 1. ഓക്കെ, അപ്പർ സർക്കിൾ മാത്രമാണ് ഇത് ഉദ്ദേശിച്ചേക്കുന്നത്. അത് അപ്പർ സെമി സർക്കിൾ ആണ്. അപ്പൊ നമുക്ക് ഇതിനെ സിമ്പിൾ ആയിട്ട് ഇനി എങ്ങോട്ട് മാറ്റാം? പോളാർ കോർഡിനേറ്റ്സിലോട്ട് മാറ്റാം. ഈ പറയുന്ന സർക്കുലാർ റീജിയന്റെ പോളാർ കോർഡിനേറ്റ്സ് ആക്കാൻ വളരെ എളുപ്പമാണ്. നോക്കിയേ,
തീറ്റ എവിടെ മുതൽ എവിടെ വരെ, തീറ്റ 0 മുതൽ തീറ്റ പൈ വരെ അല്ലെ. ഇനി ആർ എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു റേ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ആർ ഈക്വൽ ടു 0 മുതൽ ഇവിടെ എന്താണ്, ആർ ഈക്വൽ ടു റേഡിയസ് എന്താണോ അത്രയും. ഇവിടുത്തെ റേഡിയസ് എന്ന് പറയുന്നത് 1 സ്ക്വയർ അല്ലേ, അപ്പൊ 1 ആണ്. സോ ആർ ഈക്വൽ ടു 1 വരെ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് കാണാൻ പഠിച്ചേക്കാം, നിങ്ങൾക്ക് മനസ്സിലാകും. Integral -1 to 1, integral 0 to square root of 1 minus x square, x square plus y square the whole raised to 3/2 dy dx. ഇതിനെയാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു, ആദ്യമേ ഞാൻ തീറ്റയുടെ ലിമിറ്റ് കൊടുക്കുന്നു, ഇന്റഗ്രൽ 0 to പൈ. ഇന്റഗ്രൽ ആറിന്റെ ലിമിറ്റ് കൊടുക്കുന്നു 0 to 1. കണ്ടോ, എളുപ്പമായിട്ട് മാറുന്നുണ്ടോ. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന് പകരം എനിക്ക് എന്ത് കൊടുക്കാം, ആർ സ്ക്വയർ കൊടുക്കാം. അപ്പൊ ആർ സ്ക്വയർ ദ ഹോൾ റേസ് ടു 3/2 ആർ ഡി ആർ ഡി തീറ്റ എന്ന് വരും. ഓക്കെ അല്ലേ. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to പൈ ഇന്റഗ്രൽ 0 to 1 ആർ സ്ക്വയർ റേസ് ടു 3/2, 2ഉം 2ഉം വെട്ടിപ്പോയിട്ട് ആർ ക്യൂബ് എന്ന് വരും. ആർ ക്യൂബ് ഇൻറ്റു ആർ എന്ത് വരും, ആർ റേസ് ടു 4 ഡി ആർ ഡി തീറ്റ എന്ന് വരും. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to പൈ ആർ റേസ് ടു 4ന്റെ ഇന്റഗ്രൽ എടുക്കുമ്പോൾ ആർ റേസ് ടു 5 ഡിവൈഡഡ് ബൈ 5 എന്ന് വരും. എവിടെ മുതൽ എവിടെ വരെ, 0 മുതൽ 1 വരെ ഡി ആർ ഡി തീറ്റ. സോറി, ഡി ആർ ഇല്ല, ഡി തീറ്റ മാത്രം അല്ലെ. ആ ഡി ആർ നമ്മൾ ചെയ്തല്ലോ, ആർ റേസ് ടു 4ന്റെ ഇന്റഗ്രൽ എടുത്തല്ലോ. അപ്പൊ ഇനി അപ്പർ ലിമിറ്റ് കൊടുക്കുന്നു. അപ്പർ ലിമിറ്റ് എന്ന് പറയുമ്പോൾ 1 റേസ് ടു 5 1/5, ലോവർ ലിമിറ്റ് 0 ആണ്. അപ്പൊ 1/5 മാത്രമേ ഉള്ളൂ. അടുത്ത ഇന്റഗ്രൽ എടുക്കാൻ നേരത്ത് 1/5 കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഞാൻ പുറത്തെടുത്തു. ഇന്റഗ്രൽ 0 to പൈ ഡി തീറ്റ എന്ന് വന്നു അല്ലെ. അപ്പൊ ഡി തീറ്റയുടെ ഇന്റഗ്രൽ നമുക്ക് അറിയാം, തീറ്റയാണ്. എവിടെ മുതൽ എവിടെ വരെ, 0 മുതൽ പൈ വരെ. അപ്പർ ലിമിറ്റ് മാത്രം കൊടുത്താൽ മതി. അപ്പൊ 1/5 പൈ എന്നാണ് ആൻസർ വരുന്നത്, അല്ലെങ്കിൽ π/5 ആണ് ആൻസർ. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നോക്കിയേ, അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ഫൈൻഡ് ദി വോളിയം ഓഫ് ദി സോളിഡ് ബൗണ്ടഡ് ബൈ ദി സിലിണ്ടർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 4 ആൻഡ് ദി പ്ലെയിൻ വൈ പ്ലസ് ഇസഡ് ഈക്വൽ ടു 4 ആൻഡ് ഇസഡ് ഈക്വൽ ടു 0 എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇവിടുത്തെ ഈ ഒരു റീജിയൻ ഒന്ന് കാണാൻ പഠിച്ചിരിക്കണം. ഇവിടുത്തെ റീജിയൻ നമുക്ക് വരച്ചില്ലെങ്കിലും പ്രശ്നമില്ല, എന്നാൽ നമുക്ക് ഞാനൊരു പടം ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഈ പിക്ചർ. ഈ പിക്ചർ വരച്ചില്ലെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും, എന്നാലും നിങ്ങൾ ആദ്യം പഠിക്കാൻ നേരത്തെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 4 എന്ന് പറയുന്നത് ഒരു സിലിണ്ടർ ആണ്. അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 4 എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ നീണ്ടു പോകുന്ന ഒരു സിലിണ്ടർ ആണ്. അതിന് അറ്റമൊന്നുമില്ല, താഴോട്ടും മേളിലോട്ടും അങ്ങ് നീണ്ടു പോകും. ഓക്കെ, അതിനെ നമ്മൾ താഴെ വെച്ച് ഇസഡ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ആ ഒരു പ്ലെയിൻ ഉപയോഗിച്ച് മുറിക്കുന്നു. താഴോട്ട് ഇനി പോകത്തില്ല, ഇസഡ് ഈക്വൽ ടു 0 വെച്ച് മുറിച്ചു. ഇനി വൈ പ്ലസ് ഇസഡ് ഈക്വൽ ടു 4 എന്ന് പറയുന്ന ഒരു ചരിഞ്ഞ പ്ലെയിൻ ആണത്. ഇസഡ് ഈക്വൽ ടു 4 മൈനസ് വൈ, വൈ പ്ലസ് സെഡ് ഈക്വൽ ടു 4 ആണെങ്കിൽ ഇസഡ് ഈക്വൽ ടു 4 മൈനസ് വൈ, ആ ഒരു പ്ലെയിൻ കൊണ്ടും മുറിക്കുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ റീജിയൻ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായാലും കുഴപ്പമില്ല, റീജിയൻ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി ഇങ്ങനത്തെ ഒരു പടം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഇതിന്റെ നിഴൽ എപ്പോഴും എന്തായിരിക്കും, ഒരു സർക്കിൾ ആയിരിക്കും. ഇതിപ്പോ എങ്ങനെ ചരിച്ച് മുറിച്ചാലും നിഴൽ എപ്പോഴും എന്തായിരിക്കും, സർക്കിൾ ആയിരിക്കും. ഈ ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കും, 15 മാർക്കിന്റെ എസ്എക്കൊക്കെ വരാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുന്നത് ഇവിടെ വോളിയം കണ്ടുപിടിക്കാനാണ്. എന്താണ് വോളിയത്തിന്റെ ഇക്വേഷൻ? വി ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഇസഡ്. ഇസഡ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഇസഡ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഫംഗ്ഷൻ തന്നെ. മുകളിൽ ആരാണോ കിടക്കുന്നത് അതാണ് നമ്മുടെ ഇസഡ്. ഇപ്പൊ ഇവിടെ മുകളിൽ വരുന്നത് ഈ ഒരു സാധനമാണല്ലോ. അപ്പൊ നിങ്ങൾ അത് നോക്കി വെച്ചാൽ മതി. വൈ പ്ലസ് ഇസഡ് ഈക്വൽ ടു 4 ആണെങ്കിൽ ഇസഡ് ഈക്വൽ ടു എന്ത് വരും, 4 മൈനസ് വൈ വരും. അപ്പൊ 4 മൈനസ് വൈ ഡി എ. ഇനി നമ്മുടെ റീജിയൻ ഞാൻ നോക്കുന്നു. റീജിയൻ സർക്കിൾ ആണല്ലോ, അപ്പൊ ഞാൻ സർക്കിൾ വരച്ചു. ഈ സാധനം നമുക്ക് രണ്ട് രീതിയിൽ എക്സ് വൈ വെച്ചും ചെയ്യാൻ പറ്റും, പക്ഷെ സർക്കിൾ വന്നു കഴിഞ്ഞാൽ പോളാർ കോർഡിനേറ്റ് ചെയ്യുന്നതാണ് എപ്പോഴും എളുപ്പം. ഓക്കെ, അപ്പൊ എങ്ങനെയാണിത് പോളാർ കോർഡിനേറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ എവിടെ മുതൽ എവിടെ വരെ മാറ്റാം, തീറ്റ ഈക്വൽ ടു 0 മുതൽ കറങ്ങി വരുമ്പോൾ തീറ്റ ഈക്വൽ ടു 2π വരെ അല്ലെ. ഇനി ആറിൻ്റെത് എവിടെ വരെ വരും, ആർ ഈക്വൽ ടു 0 മുതൽ ഈ സർക്കിളിന്റെ റേഡിയസ് വരെ. ഈ സർക്കിൾ എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ സിലിണ്ടർ തന്നെയാണ്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 4 ആണ്. അതിന് നമുക്ക് 2 സ്ക്വയർ എന്ന് എഴുതാം. അപ്പൊ റേഡിയസ് എത്രയാണ്, 2 ആണ്. 4 എന്നൊന്ന് എഴുതി വെക്കല്ലേ, 2. ഇനി 4 മൈനസ് വൈ ഉണ്ട് അല്ലെ. വൈനെ നമ്മൾ മാറ്റം വരുത്തണം, പോളാർ കോർഡിനേറ്റ്സിലാക്കണം. അപ്പൊ വൈയുടെ പോളാർ കോർഡിനേറ്റ് എന്താണ്, വൈ ഈക്വൽ ടു ആർ സൈൻ തീറ്റ എന്നാണ്. ഓക്കെ, അപ്പൊ വൈ ഈക്വൽ ടു ആർ സൈൻ തീറ്റ ആയതുകൊണ്ട് 4 മൈനസ് ആർ സൈൻ തീറ്റ, പിന്നെ എന്ത് വരും, ആർ ഡി തീറ്റ എന്ന് വരും. ആർ ഡി തീറ്റ അല്ലെ, ഡി എക്ക് പകരം ആർ ഡി തീറ്റ.
ഞാനൊന്ന് അറേഞ്ച് ചെയ്യുന്നു. ഇന്റഗ്രൽ 0 to 2 ഇന്റഗ്രൽ 0 to 2 അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4r മൈനസ് r into r സ്ക്വയർ സൈൻ തീറ്റ dr d തീറ്റ എന്ന് വന്നു. കറക്റ്റ് അല്ലേ? ഇനി ഞാൻ ഇതിന്റെ ഇന്റഗ്രേഷൻ ചെയ്യുന്നു വിത്ത് റെസ്പെക്ട് ടു r ചെയ്യുന്നു. അപ്പൊ ഇന്റഗ്രൽ 0 to 2 4r ഇന്റഗ്രൽ എന്താണ്? 4r ഇന്റഗ്രൽ r സ്ക്വയർ ബൈ 2 ആണ് മൈനസ് സൈൻ തീറ്റ ഇവിടെ കോൺസ്റ്റന്റ് ആണ്. ആർ സ്ക്വയറിന്റെ ഇന്റഗ്രൽ എന്താണ്? r ക്യൂബ് ഡിവൈഡഡ് ബൈ 3 ആണ്. എവിടെ മുതൽ എവിടെ വരെ? 0 മുതൽ 2 വരെ d തീറ്റ. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 2 ദാ ഈ 2ഉം 4ഉം വെട്ടിപ്പോയിട്ട് ഇവിടെ 2 വരും അല്ലെ? 2r സ്ക്വയർ. ഇനി അപ്പർ ലിമിറ്റ് കൊടുക്കുന്നു 2 കൊടുക്കുമ്പോൾ 2 സ്ക്വയർ 4 ആണ്. 4 into 2 എന്താണ്? 8 ആണ്. മൈനസ് സൈൻ തീറ്റ ഇൻറ്റു 2 ക്യൂബ് 8 അല്ലേ? അപ്പൊ 8/3 ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ അതെന്തായി പോകും? 0 ആയി പോകും. അത്ര എന്താണ്? ഡി തീറ്റ ആണ്. നമുക്ക് വിത്ത് റെസ്പെക്ട് ടു ഡി തീറ്റ കൊണ്ടുകൂടി അങ്ങ് ഇന്റഗ്രേഷൻ ചെയ്യാം. വേറെ ആലോചിക്കാനൊന്നും നിൽക്കേണ്ട. അപ്പൊ എന്ത് വരും? 8ന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് 8 തീറ്റ എന്ന് വരും അല്ലെ? മൈനസ് 8/3 കോൺസ്റ്റന്റ് ആണ്. സൈൻ തീറ്റയുടെ ഇന്റഗ്രൽ എന്താണ്? സൈൻ തീറ്റയുടെ ഇന്റഗ്രൽ മൈനസ് കോസ് തീറ്റ ആണ്. ആ മൈനസ് ഈ മൈനസ് ഇവിടെ പ്ലസ് ആയി കോസ് തീറ്റ. എവിടെ മുതൽ എവിടെ വരെ? 0 മുതൽ 2 വരെ. ഓക്കെ അല്ലെ? അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 8 into 2 8 into 2 16 പ്ലസ് 8/3 കോസ് 2 എന്താണ്? 1 ആണ്. അപ്പൊ 8/3 into 1 മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 8 into 0 അത് 0 ആണ്. പ്ലസ് 8/3 കോസ് 0 ഇവിടെ 0 വരുമ്പോൾ കൊടുക്കണം, അല്ലാതെ 0 ആയി പോകുന്ന പറഞ്ഞിരിക്കല്ലേ. കോസ് 0 1 ആണ്. ഓക്കെ, അപ്പൊ 8/3 into 1 എന്ത് വരും? 8/3 എന്ന് വരും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 16 പ്ലസ് 8/3 ഇത് കൊടുക്കുമ്പോൾ 0 പ്ലസ് 8/3 ആണ്. സോ മൈനസ് 8/3 എന്ന് വരും. അപ്പൊ 8/3യും 8/3യും വെട്ടിപ്പോയിട്ട് നമുക്ക് എന്ത് കിട്ടും? 16 എന്ന് കിട്ടും ആൻസർ. ഓക്കെ അല്ലേ? അപ്പൊ ഇന്ന് നമ്മൾ ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, കൃത്യമായിട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ.